ഹലോ എവരിവൺ, നമ്മുടെ എനർജി അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സമയത്ത് നമ്മൾ ഒരുപാട് റെസ്റ്റ്ലെസ്നെസ് അനുഭവിക്കാം. കാരണം നമുക്ക് ഒരുപാട് ആക്ടിവേഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഇൻഡിവിറ്റീവ് അബിലിറ്റീസ് കൂടാം, സെൻസിറ്റിവിറ്റി ഇതിൻ്റെ ഭാഗമായിട്ട് കൂടാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ടൈം ലൈൻ ജമ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരാം. നമ്മുടെ ലെവല് ഒന്ന് ഹൈ ആവുമ്പോൾ നമ്മൾ സാധാരണ തേർഡ് ഡയമെൻഷനിൽ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ലെവൽ കൂടണമെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യണം അല്ലേ. നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമ്മുടെ 3Dയിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പഴയ സെൽഫിന് ഇങ്ങനെ വർക്ക് ചെയ്ത് ശീലമുണ്ടല്ലേ. പക്ഷേ നമുക്ക് ആക്ടിവേഷൻസ് സംഭവിക്കുമ്പോൾ നമ്മൾ വേറൊരു ഹയർ ടൈം ലൈനിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരില്ല. വർക്ക് എനർജറ്റിക്കലി നടന്നോളും. അപ്പോൾ നമ്മുടെ ആ ഒരു 3Dയിലുള്ള ആ ഒരു സെൽഫിൻ്റെ അനുഭവവും 5Dയിൽ നമുക്ക് നമുക്ക് അത്ര വർക്ക് ചെയ്യേണ്ട എന്നുള്ള ഒരു അവസ്ഥയും വരുമ്പോഴാണ് നമുക്ക് ഇത്രയും റെസ്റ്റ്ലെസ്നെസ് വരാം. നമുക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് സറണ്ടർ ആയാൽ മതി. പക്ഷെ നമ്മുടെ ഈഗോ സമ്മതിക്കില്ല. നമുക്ക് വർക്ക് ചെയ്യണം എന്നിങ്ങനെ തോന്നും. പക്ഷേ ആക്ടിവേഷന് നമ്മൾ വെറുതെ റെസ്റ്റ് കൊടുത്താലും സറണ്ടർ ആയാലും മതി. അപ്പോൾ ഈ ഒരു കൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഇത്രയും റെസ്റ്റ്ലെസ്നെസ് വരാം. നമ്മൾ ഒരു ടൈം ലൈൻ ജമ്പിലാണെന്നും കൂടി നമുക്ക് പറയാം. ഒരു നല്ല റിയാലിറ്റി നമ്മൾ വേഗം തന്നെ അട്രാക്റ്റ് ചെയ്യാണ്. ഡിവൈൻ ഫെമിനിൻ്റെ എനർജി അപ്പോൾ നമുക്ക് ഡിവൈൻ ഫെമിനിൻ്റെ എനർജി നോക്കുമ്പോൾ അവർ വളരെ നല്ലൊരു എനർജിയിലാണ് നിൽക്കുന്നത്. അവർക്ക് അവരുടെ കരിയറിനെ പറ്റിയിട്ട് ഒരു ബോധമുണ്ടല്ലോ, അതിനേക്ക് ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജി ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ മെർക്കുറി റീട്രോഗ്രേഡ് ഒക്കെ കഴിഞ്ഞിട്ട് എനർജിയൊക്കെ ഒന്ന് ക്ലിയർ ആയി വരാണ്. അപ്പോൾ നമുക്ക് ആക്ഷൻ എടുക്കാനൊക്കെ തോന്നും. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ അതാണ്. ഡിവൈൻ ഫെമിനിന് തൻ്റെ മൈൻഡിനൊരു ക്ലാരിറ്റി ചിലപ്പോൾ കിട്ടാം. തൻ്റെ കരിയറിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനൊക്കെ ഈ സമയത്ത് തോന്നാം. പുതിയ അവസരങ്ങൾ, പുതിയ ഡോറൊക്കെ ഓപ്പൺ ആയി എന്ന് വരാം. അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റി, ആ ഒരു പവർ, ആ ഒരു ഫൗണ്ടേഷൻ, അവരുടെ പവറിലിരിക്കുമ്പോഴുള്ള ആ ഒരു ശക്തി അവർക്കിപ്പോൾ ഫീൽ ചെയ്യാം. പിന്നെ അവർക്ക് ചിന്തയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അവരുടെ തോട്ട് പ്രോസസ്സിനായാലും അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. അവരുടെ ലൈഫിന് ഞാൻ പറഞ്ഞില്ലേ, എനർജി വാമ്പയേഴ്സ് ഒക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് എന്താ വേണ്ടേ എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ കരിയറിൽ ഒരു ഉയർന്ന് പറക്കാൻ പോവാണല്ലോ. അവരുടെ സോൾ പർപ്പസിലേക്ക് അവർ ഉയർന്ന് പറക്കാൻ പോവാണെന്ന് നമുക്ക് പറയാം. അവർക്ക് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അവരുടെ ഇന്നസെൻസിക്ക് അവർ ആക്ടിവേറ്റ് ആവാണ്. അവരുടെ ഇന്നർ ചൈൽഡിലേക്ക് അവർ ആക്ടിവേറ്റ് ആവാണ്. അപ്പോൾ അവിടെ ആ ഒരു ഇന്നർ ചൈൽഡിൻ്റെ എനർജി കൂടുതലായിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൂടുതലായിട്ടുണ്ട്. ബട്ടർഫ്ലൈനൊക്കെ നിങ്ങൾ കണ്ടുവന്നിരിക്കാം. അപ്പോൾ അവർക്കൊരു സ്റ്റേബിളായിട്ടൊരു ഫൗണ്ടേഷൻ അവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അവർക്ക് പിന്നെ അവർക്ക് അവരുടെ സോൾ ഫാമിലി ആയിട്ടുള്ള കണക്ഷൻ കൂടാം. അവർക്ക് ഹൃദയപരമായിട്ടുള്ള കണക്ഷൻ കൂടാം. അവർക്ക് അവരുടെ വൈബ്രേഷനിലുള്ള ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യാം. അപ്പോൾ അവർ ആ ഒരു ദിശയിലേക്കും പോകുന്നുണ്ട്. അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിലുള്ള അങ്ങനെ സ്വന്തം ഫ്രീക്വൻസിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരാൾക്കാരായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു ഫുൾഫിൽമെന്റ് അവർക്ക് തോന്നാം. ഡിവൈൻ ഫെമിനിൻ്റെ എനർജി വളരെ പോസിറ്റീവാണ്. എന്നാലും ഞാൻ പറയാം, അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡ്രീമിൽ ഒരുപാട് ആക്ടിവേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് അറ്റാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രീമിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നാം. നിങ്ങളുടെ മേലേക്ക് എന്തെങ്കിലുമൊക്കെ മറിഞ്ഞ് വീഴുന്ന പോലെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടാത്ത പോലെ നിങ്ങൾ പെട്ടെന്ന് എണീക്കാം. നിങ്ങൾക്ക് തീരെ ഉറക്കം കിട്ടണില്ല, അങ്ങനത്തെ അവസ്ഥയ്ക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ല, എനർജറ്റിക്കലി നിങ്ങൾക്ക് അങ്ങനെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിൽ തന്നെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്റ്റേബിൾ അല്ല എന്ന് തോന്നാം. നിങ്ങൾക്ക് ബോറടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനൊക്കെ തോന്നാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ്ട്, നമ്മൾ ആ ഒരു പ്രസൻസിൽ ഇങ്ങനെ ഇരിക്കാണ്ട്, നമ്മുടെ ബോഡീനെ നമ്മളൊന്ന് നെർവസ് സിസ്റ്റത്തിനെ ഒന്ന് കാം ചെയ്യാണ്ട് നമ്മളിങ്ങനെ ബോറടിച്ച് ഓടാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശ്രദ്ധ പോവുകയും നമുക്ക് ഡാർക്ക് അറ്റാക്ക് അല്ലെങ്കിൽ കാർമിക് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇമോഷണലി അവർ ഫുൾഫിൽഡ് ആണ്.
അവർക്ക് ഈ സമയത്ത് ഒരുപാട് ട്രിഗറുകൾ ഉണ്ടെങ്കിലും അവർക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്നൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ട് കരിയറിലായാലും. അപ്പോൾ അതാണ് ഡിവൈൻ ഫെമിനിന് നമുക്ക് കാണാൻ പറ്റുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഡിവൈൻ മാസ്കുലിൻ്റെ എനർജി ഡിവൈൻ മാസ്കുലിൻ്റെ എനർജി വളരെ നല്ല ഒരു എനർജിയാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അവരവരുടെ പാസ്റ്റിനെ പറ്റി ഇങ്ങനെ അയവിറക്കുന്നുണ്ട്. അവരുടെ ആ മെമ്മറീസ് അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിവൈൻ ഫെമിനിൻ ആയിട്ടുള്ള ആ ഒരു കണക്ഷനെ പറ്റി അവർ ഓർക്കുന്നുണ്ട്. അവർ ആ ഒരു പണ്ടത്തെ ഓർമ്മകളിൽ എന്താണ് അവരിങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അനാലിസിസ് ചെയ്യുന്നുണ്ട്. എന്നാലും അവർക്ക് അതിലേക്ക് ഒരു ബ്ലോക്കും അവർക്ക് തോന്നാം. അവർക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വരാണ്ടിരിക്കാം. ഇതും ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ല എനർജിയാണ് നമുക്ക് ഈ 3 കാർഡിലും കാണാൻ പറ്റുന്നത്. വളരെ ഇമോഷണലി ഫുൾഫിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിവൈൻ മാസ്കുലിൻ അയവിറക്കുന്നത് കാണാം. അപ്പോൾ അവർ പാർട്ട്ണർഷിപ്പിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അവരുടെ ഡിവൈൻ ഫെമിനിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു ഓഫർ ഡിവൈൻ ഫെമിനിന് കൊടുക്കേണ്ട കാര്യം ആലോചിക്കുന്നുണ്ട്. ആ ഒരു ലവ് ഓഫർ പേജ് ആണെങ്കിലും ആ ഒരു ലവ് ഓഫറിൻ്റെ എനർജി അവരുടെ ഉള്ളിൽ എന്താ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അതവർ അതിനെ നേരെ ആക്ഷൻ എടുക്കണമെന്നില്ല, ഇപ്പം തന്നെ ആക്ഷൻ എടുക്കണമെന്നില്ല. എന്നാലും അവർ അതിനെപ്പറ്റി എന്താണ് ഓർക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ആ ഒരു ശുദ്ധമായ ആ ഒരു എനർജി, ആ ഒരു ഇമോഷൻസ്, ഫെമിനിന് വേണ്ടിയുള്ള ആ ഒരു ഇമോഷൻസ് എന്താണ് ഉടലെടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഡിവൈൻ ഫെമിനിൻ്റെ എനർജി ആയാലും അവളൊരു ക്യൂനായിട്ടാണ് ഇരിക്കുന്നത്. ഡിവൈൻ മാസ്കുലിൻ്റെ എനർജി ആയാലും അവരെന്താ തൻ്റെ ഇമോഷൻസിലേക്ക് കണക്ട് ചെയ്യാണ്. നമുക്കറിയാം ഈ ഫെമിനിൻ എന്താണ് ഒരു ക്യൂനാണ്, കരിയറിലേക്ക് മുന്നേറുന്നുണ്ട്. അതെന്താണ് അവിടെ മസ്കുലിനാണല്ലേ. അപ്പം ഡിവൈൻ മാസ്കുലിൻ എന്താണ് ഇമോഷണലാണ്, റിലേഷൻഷിപ്പിലേക്ക് മുന്നേറുന്നുണ്ട്. അത് അവൻ്റെ ഫെമിനിൻ ആണല്ലേ. അപ്പം യൂണിയൻ രണ്ടുപേർക്കും സംഭവിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ. അപ്പോൾ ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ അവരെ ചിന്താപരമായി അവരെ ആക്ഷൻ എടുക്കുന്നത് കാണാം. രണ്ടുപേരും അവർക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുക്കുന്നത് കാണാം. വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ എനർജി അപ്ഡേറ്റിൽ പറഞ്ഞ പോലെ തന്നെ കാക്കകളൊക്കെ അവിടെ മേലെ ഉയർന്ന് പറക്കുന്നുണ്ട്. നൈറ്റ് ഭയങ്കര സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് എന്ന് പറയുന്നത് ആ ഫയർ എനർജിയും, സോഡ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു എയർ എനർജിയാണല്ലേ. അപ്പോൾ ഫയറും എയറും കൂടിയാൽ എന്താവും, ആളിക്കത്തും. അപ്പോൾ ഫയറും എയറും നമ്മൾ എന്താണ് ഒരു ബാലൻസിൽ വെക്കണം. അപ്പോൾ ആ റെസ്റ്റ്ലെസ്നെസ്സിനെയൊക്കെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് ചെയ്തിരിക്കാം. നമുക്ക് രണ്ടും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഒരു ബാലൻസിലല്ലാണ്ട് പോവാം. അപ്പം നമ്മൾ അതും ശ്രദ്ധിക്കണം. ബാലൻസിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കണം. ഫൗണ്ടേഷനിൽ രണ്ടുപേരും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫൗണ്ടേഷൻ അവർക്കിപ്പോൾ സേഫായിട്ട് തോന്നാം. അവർക്ക് ആ ഒരു പാഷൻ ഉണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ചിന്തകളിലും ലവ് ഓഫറിനെ പറ്റി പറഞ്ഞുള്ളൂ. അപ്പോൾ യൂണിയൻ്റെ എല്ലാ എനർജി ഇവിടെ ഉണ്ട്. 9 പോർട്ടൽ തന്നെ ആയിരിക്കാം, അതിനായിരിക്കാം ഓഫർ വരുന്നത്. ഇന്നർ വർക്ക് ചെയ്തിട്ട് അവരുടെ ട്വിൻ ഫ്ലെയിംസിൻ്റെ ആ ഒരു ഇന്നർ ട്രൂത്തൊക്കെ മനസ്സിലാക്കിയവർക്ക് ഈ സമയത്ത് 9 പോർട്ടലിലേക്ക് ഈ ഒരു ലവിൻ്റെ ഓഫർ മാസ്കുലിൻ കൊണ്ടുവരാം. ഓഫർ വരുമ്പോൾ നമ്മൾ ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് മുന്നത്തെക്കാട്ടും വലിയ ഒരു ഹാർട്ട് ബ്രേക്കിലേക്ക് നയിക്കാം. പക്ഷേ ഹീൽ ചെയ്ത് അവർക്ക് അറിയാം അവർ യൂണിയൻ റെഡി ആയിട്ടുണ്ടോയെന്ന്. അപ്പം ഹീൽ ചെയ്ത ഹയർ ഫ്രീക്വൻസിയിലുള്ള ട്വിൻ ഫ്ലെയിംസിന് എന്താണ് അവർക്ക് ഈ യൂണിയൻ എനർജി വരാം. അപ്പോൾ അവർ ഹീലായി അവർ യൂണിയനിലേക്ക് എത്തുമ്പോൾ എന്താണ് നമ്മുടെ ബാക്കി അവരുടെ പിന്നാലെ വരുന്ന ട്വിൻ ഫ്ലെയിം വേവിനും എന്താണ് അവരുടെ ഈ ഒരു എനർജിന്ന് ഉപകാരം ഉണ്ടാവും. ഫീൽ അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിവൈൻ മാസ്കുലിൻ എന്താണ് വളരെ ഇമോഷണൽ ആയിരുന്നു അല്ലേ. അപ്പോൾ തന്നെയാണ് പറയണത് ഫീൽ ചെയ്യാണ്. അപ്പോൾ അവരായാലും നമ്മളായാലും നമുക്കെന്താ ഫീൽ ചെയ്യണം. അതാണ് പറയുന്നത്. നമ്മൾ മാസ്കുലിനായിരിക്കാം ചിലപ്പോൾ ഇത് പറയുന്നത് ഫീൽ ചെയ്യാൻ.
അപ്പോൾ റിട്രീറ്റ് ആൻഡ് റീചാർജ്. അപ്പോൾ ഫെമിനിൻ എന്താണ്, നമ്മൾ റിട്രീറ്റ് ചെയ്യണം, റീചാർജ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. ഒരെണ്ണം കൂടി എടുക്കാം. 2 വന്നു. സറണ്ടർ ആൻഡ് ട്രസ്റ്റ്, ബി പ്രസന്റ്. അപ്പോൾ ഇതൊക്കെ ആണ് ഇപ്പോഴത്തെ എനർജിക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന ഉപദേശം. അപ്പം നമ്മുടെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സർവീസസിന് വേണ്ടി എൻ്റെ ബയോയിലുള്ള ലിങ്കിൽ പോവാം. നിങ്ങൾക്ക് ഞാനുമായി ഒരു 1-1 സെഷൻ ബുക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ആ ലിങ്കിൽ പോയിട്ട്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് എന്താണ് അപ്ലൈ ചെയ്യാം. എൻ്റെ ഡിവൈൻ മാസ്കുലിൻ സപ്പോർട്ട് ഒരാക്കിൾ എന്ന് പറഞ്ഞ ഡെക്ക് വാങ്ങാനും, ഡിവൈൻ മാസ്കുലിൻ്റെ സപ്പോർട്ട് തരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് 101 മെസ്സേജസ് നിങ്ങൾക്ക് അതിൽ കൂടെ കിട്ടും. അത് ലഭ്യമാക്കാനും എന്നെ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ലിങ്കിൽ പോവുക, അതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാനും ഒക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.